ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്. അദ്ദേഹം നോമ്പുകാരനായിരിക്കെ ഉതിയ ബിതആമിൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടു. വകാന സ്വായിമൻ, അദ്ദേഹം അന്ന് നോമ്പുകാരനായിരുന്നു. ഫഖാല, ആ സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറു മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു. കുഫിന ഫീ ബുർദത്തിൻ, ഒരു പുതപ്പിലാണ്, ഒരു ചെറിയ വസ്ത്രത്തിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തെ കഫം പുടവ അണിയിക്കും പുതിയപ്പെട്ടത്. ഇൻ ഖുത്തിയ റഅസുഹു ബദത റിജ്ലഹു, ആ കഫം പുടവ എത്രത്തോളം ഉണ്ടായിരുന്നു, തല മൂടിക്കഴിഞ്ഞാൽ കാല് വെളിയിൽ കാണുമായിരുന്നു. വൈൻ ഖുത്തിയ റിജ്ലഹു ബദ റഅസുഹു, കാല് മൂടിക്കഴിഞ്ഞാൽ തല പുറത്തേക്ക് ഒളിവാകുമായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാക്കപ്പെട്ടു, മറവ് ചെയ്യപ്പെട്ടു. വീണ്ടും അദ്ദേഹം പറഞ്ഞു തുടങ്ങി, വഖുതില ഹംസ, ഹംസ റളിയല്ലാഹു തആല അൻഹു അതേ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹാദാക്കപ്പെട്ടു. വഹുവ ഖൈറു മിന്നി, അദ്ദേഹവും എന്നേക്കാൾ വലിയ മഹാനാണ്, ഉത്തമനാണ്. സുമ്മ ബുസിത ലനാ മിനദ് ദുനിയ മാ ബുസിത്, പിന്നീട് കാലഘട്ടം കുറെ പിമ്പിട്ടു, ഞങ്ങൾക്ക് അല്ലാഹു തആല വിശാലത നൽകി. ഞങ്ങളുടെ സമ്പത്തിൽ എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വിശാലത നൽകി. ദുനിയാവിലെ വിശാലത ഞങ്ങൾക്ക് നൽകപ്പെട്ടപ്പോ വഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജലത് ലനാ, ഈ സമയത്ത് അവർ ചെയ്ത, മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങളൊന്നും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ചെയ്ത നന്മകൾക്ക് പ്രതിഫലമായി അല്ലാഹു ഈ ലോകത്ത് വെച്ച് തന്നെ ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടുകയാണോ എന്നാണ് ഞങ്ങൾ പേടിക്കുന്നത്. സുമ്മ ജഅല യബ്കി, പിന്നീട് ആ മഹാനവർകൾ കരയാൻ തുടങ്ങി. ഹത്താ തറക തുആം, നോമ്പുകാരനായിരുന്നിട്ട് കൂടി ആ ഭക്ഷണം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു എന്ന് നമുക്കറിയാം. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകളാണ് സന്തോഷം അറിയിക്കപ്പെട്ട, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ മഹാനവറുകളാണ് തന്റെ നന്മക്കുള്ള പ്രതിഫലം ഈ ലോകത്ത് തന്നെ ധൃതിയാക്കപ്പെടുമോ, നൽകപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് കരയുന്നത്. അല്ലാഹുവിനെ കുറിച്ചും നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഹിസാബിനെ കുറിച്ചുള്ള പേടിയാണ്. ദുനിയാവിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം ലഭിക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അതിന്റെ പേരിൽ നോമ്പുകാരനായിരുന്നിട്ട് കൂടി അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ഹദീസിന് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം മഹാനവറുകൾ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ, മുമ്പ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ത്യാഗം ചെയ്ത് ഷഹീദാക്കപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ആലോചിച്ച് കരയാണ്. ആ വേദനയിൽ അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ മനസ്സുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത പല വാർത്തകളും ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ ഷഹീദാക്കപ്പെട്ടു കഴിഞ്ഞു. 500-ൽ വരുന്ന ആളുകൾ, ഫലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കം പട്ടിണി കിടന്ന് മരണപ്പെട്ടു കഴിഞ്ഞു. 2 വർഷം പൂർത്തിയായിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയിട്ട്. 2 വർഷം തുടർച്ചയായിട്ടുള്ള യുദ്ധം. ബോംബിങ്ങിന്റെ സൗണ്ടും കെട്ടിടങ്ങൾ തകർന്നിടിയുന്ന കാഴ്ചകളും വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കരച്ചിലുകളുമൊക്കെ 2 വർഷത്തോളമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞതല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും നല്ല സുഭിക്ഷമായ കാലഘട്ടത്തിൽ മുൻഗാമികളെ ഓർത്തെടുത്ത് കരയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും എത്രത്തോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് ആലോചിച്ച് നമുക്ക് കരച്ചിൽ വരുന്നുണ്ട്, നമുക്ക് കരയാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിന്റെ പേരിൽ നോമ്പുകാരനായിരിക്കെ ആ സഹാബി സ്വാദിഷ്ടമായ വിഭവിഷ്ടമായ ആ ഭക്ഷണം ഉപേക്ഷിച്ചെങ്കിൽ, നമ്മളോട് ബഹിഷ്കരിക്കാൻ പറഞ്ഞ ഇസ്രായേലികളെ സഹായിക്കുന്ന എത്രയോ കമ്പനികൾ, അവരുടെ എന്തെല്ലാമുണ്ട്, അതൊക്കെ ബഹിഷ്കരിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങൾക്കിരയാക്കപ്പെടുമ്പോ നാം വയറ് നിറച്ച് വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ വയറ്റത്ത് കല്ല് വെച്ചുകൊണ്ട് വിശപ്പടക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വ്യത്യസ്തമായ ചോക്ലേറ്റുകളും മിഠായികളും നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് അവിടെയുള്ള കുട്ടികൾ വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം വലിയ വലിയ വീടുകൾ പണിത് പരസ്പരം മത്സരിക്കുമ്പോഴാണ് സ്വന്തം കിടപ്പാടങ്ങൾ, സ്വന്തം വീടുകൾ തകർക്കപ്പെട്ട് ഒരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്ന നാട്ടിൽ സ്വന്തം വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന ഫലസ്തീനികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോ, അല്ലെങ്കിൽ വാങ്ങിച്ചതിനുള്ള ക്യാഷ് കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോ, ഫലസ്തീനിലെ ഗസയിലെ കുഞ്ഞുങ്ങൾ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഫംഗ്ഷനുകൾക്ക് പോലും ഒരേ നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം കൂട്ടുകാരോടൊപ്പം പങ്കെടുക്കുമ്പോ ധരിക്കാൻ പോലും വസ്ത്രമില്ലാതെ നമ്മുടെ കൂട്ടുകാർ, സഹോദരങ്ങൾ വിഷമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? രാത്രികാലങ്ങളിൽ സുഖമായി എസിയിൽ കിടന്നുറങ്ങുമ്പോ കരണ്ട് പോലും ഇല്ലാതെ, ദിവസത്തിൽ പകുതിയിലധിക സമയം കരണ്ടില്ലാത്ത, സുരക്ഷിതമായ വീട് പോലുമില്ലാത്ത ഇരുട്ടത്ത് മക്കൾ ഭയന്ന് കഴിയുന്നത് നാം വായിക്കുകയാണ്, പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുകയാണ്. നമ്മുടെ മക്കൾ രാവിലെ ഇസ്തിരിയിട്ട യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ അവിടെയുള്ള മക്കൾ, നമ്മുടെ ഗസയിൽ നമ്മുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളൻ കഫൻ പുടവയിൽ മറവ് ചെയ്ത് മണ്ണിന്റെ അടിയിലേക്ക് അവിടെ യാത്രയാക്കപ്പെടുകയാണ്. നാം നമ്മുടെ മക്കളുമായി വെക്കേഷൻ ലഭിക്കുമ്പോൾ ടൂർ പോകുമ്പോ അവർ ഇന്ന് ബോംബിംഗ് കൂടിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ അക്രമം കൂടിയതിന്റെ പേരിൽ സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ ഒരു പത്രത്തിൽ വന്ന ഒരു ഫോട്ടോ, ഇസ്രായേലിലെ സൈനികാക്രമണത്തെ തുടർന്ന് ഗസയിലെ പടിഞ്ഞാറൻ തീരത്തേക്കുള്ള പലായനം. ആ പലായനത്തിന്റെ ഇടയിൽ ഇടക്ക് നടന്നു പോകുമ്പോ വിശപ്പ് കഠിനമായ സന്ദർഭത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂനയിലേക്ക് പോവുകയും അവിടെ ആളുകൾ വേസ്റ്റാക്കി കളഞ്ഞ ആ ചവറ്റുകുട്ടയിൽ, വേസ്റ്റ് കൊട്ടയിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പരുതുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുമ്പോ നമ്മുടെ മക്കൾ എത്ര സുന്ദരമായ ജീവിതമാണ് നയിക്കുന്ന, എന്റെയും നിങ്ങളുടെയും മക്കൾ, നാം അടക്കം എന്ത് വേദനയാണ് നമ്മൾ അറിയുന്നത്. സത്യത്തിൽ അവർ നമ്മുടെ ശരീരത്തിലെ അവയവം പോലെയാണ്. അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്? മസലുൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദിഹിം വതആതുഫിഹിം. മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അവർ ഏത് ലോകത്തുള്ളവരാകട്ടെ,
സിറിയയിലുള്ളവരാകട്ടെ ഗസയിലുള്ളവരാകട്ടെ അവർ പരസ്പരം അവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അനുകമ്പയുടെ ഉപമ അത് കമസലിൽ ജസദ് ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങൾ അതിന് സമരം പ്രഖ്യാപിക്കുകയാണ്. ബിസ്സഹരി വൽ ഹുമ്മ, പനി ബാധിച്ചുകൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും. നമ്മുടെ ശരീരത്തിന്റെ അവയവമാണെന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റുമ്പോ നമുക്ക് ഉറക്കം കിട്ടാത്ത വല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എന്നോടാണ് ചോദിക്കുന്നത്. നമുക്കതിന്റെ പേരിൽ പനി ബാധിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വേദന നമ്മുടെ മനസ്സിൽ ഇറങ്ങിയിട്ടുണ്ടോ? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ച് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാഹ് ചെറുപ്പത്തിൽ എന്തോ തമാശ കേട്ട് അല്ലെങ്കിൽ പറഞ്ഞു ചിരിക്കുന്ന സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുള്ളയുടെ ഉമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, നമുക്ക് ഇത്ര പൊട്ടിച്ചിരിക്കാനുള്ള അവകാശമൊന്നുമില്ല. കാരണം പൊട്ടിച്ചിരിക്കാനുള്ള അവകാശം ഉണ്ടാകണമെങ്കിൽ ശത്രുവിന്റെ കൈവശമുള്ള ഖുദ്സ് മോചിപ്പിക്കപ്പെടണം. ഉമ്മയിൽ നിന്ന് ഈ വാക്ക് കേട്ട മകനാണ് പിന്നീട് ഖുദ്സിന്റെ മോചകനായി അറിയപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ്. ഫലസ്തീനിന്റെ പരിഹാരവും അത് തന്നെയാണ്. ഇന്ന് ഒരു ഉമ്മത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, എന്തെങ്കിലും ഒരു തിന്മ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ കൈകൊണ്ട് തടക്കാൻ സാധിക്കുമെങ്കിൽ നീ കൈകൊണ്ട് ആ തിന്മയെ, അക്രമത്തെ ഇല്ലാതാക്കണം. സഹാബാക്കൾ അത് ചെയ്തു. റോമിൽ ചെയ്തു, പേർഷ്യയിൽ ചെയ്തു, നീതി നേടിക്കൊടുത്തു. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അതിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് കിട്ടുന്ന അവസരങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തി നാവ് കൊണ്ട് നീ അതിനെക്കുറിച്ച് സംസാരിക്കണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, അതിനും നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ ഹൃദയത്തിലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും വേദന കൊണ്ട് ആ മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട് ഐക്യദാർഢ്യം നാം പ്രഖ്യാപിക്കണം. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിൽ ഏറ്റവും ബലഹീനമായത്. മനസ്സുകൊണ്ടെങ്കിലും അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലുൽ ജിഹാദ് കലിമതു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ക്രൂരനായ അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ നീതിയുടെ കലിമത്ത്, വചനം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. അവരുടെ മുന്നിൽ സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയുടെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അക്രമിയെ എങ്ങനെയാണ് ഞങ്ങൾ സഹായിക്കുക? നബി തങ്ങൾ പറഞ്ഞത്, തഅഖുദു ഫൗക യദൈഹി, അവന്റെ കൈക്ക് പിടിക്കണം, അവന്റെ അക്രമത്തെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് തന്റെ താരീഖിന്റെ കിതാബായ അൽ കാമിലിൽ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഇമാം അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ് 18 പേജുള്ള ഒരു റിസാല ഈ വിഷയത്തിൽ എഴുതുന്നുണ്ട്. വാ മുഅത്തസമാഹ് എന്നാണ് പേര്. ആ സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. മുഅ്തസിം ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ റോം പിടിച്ചുകൊണ്ടുപോയ ഒരു സ്ത്രീ, ആ സ്ത്രീ മാർക്കറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് വാ മുഅ്തസമാ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഇത് കേട്ട ഒരു മനുഷ്യൻ ആ മുഅ്തസം ഭരണാധികാരിയുടെ അടുക്കൽ കൊണ്ടുപോയി ഈ സംഭവം പറയാണ്. ഒരു സ്ത്രീയെ അവിടെ അന്യായമായി ജയിലിലിടപ്പെട്ടിട്ടുണ്ട്, അവരെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. മുഅ്തസിം റോമിലെ ഭരണാധികാരിക്ക് കത്തെഴുതി, മിൻ അമീരിൽ മുഅ്മിനീൻ ഇലാ കൽബി റൂം, അമീറുൽ മുഅ്മിനീൻ നിന്നും റോമിന്റെ ഭരണാധികാരിയിലേക്ക് കൽബ് എന്നുള്ള പ്രയോഗമാണ് അന്ന് അദ്ദേഹം പ്രയോഗിച്ചത്.
അഖ്രിജിൽ മർഅത മിനസ് സിജിൻ, ജയിലിൽ നിന്നും അന്യായമായി നീ തുറങ്കിലടച്ചിട്ടുള്ള സ്ത്രീയെ പുറത്തേക്ക് വിട്ടുതരണം. വഇല്ലാ അതൈതുക ബിജൈശിൻ, ഇല്ല എങ്കിൽ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരുന്നത് ഒരു സൈന്യവുമായിട്ടായിരിക്കും. ബിദായതുഹു ഇൻദക്, അതിന്റെ തുടക്കം നിന്റെ രാജ്യത്തുണ്ടാകും. വനിഹായതുഹു ഇൻദി, ആ സൈന്യം നിന്റെ രാജ്യത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ അവസാനം എന്റെ രാജ്യത്തായിരിക്കും. അത്രക്കും വലിയ സൈന്യവുമായി നിന്റെ അടുക്കലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുകയും എഴുതുകയും അങ്ങനെ മോചിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരികൾ, അങ്ങനെയുള്ള ഭരണാധികാരികൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പിന്നെ സങ്കടപ്പെടുന്ന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി റിസാല നമുക്ക് കാണാൻ സാധിക്കും. അക്രമകാരിയായ ഭരണാധികാരിയെ കൈക്ക് പിടിക്കാൻ പോകുന്ന ഈമാനുള്ള ഭരണാധികാരികൾ ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടും, മർദ്ദിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും. അവർ എല്ലാ തരത്തിലും അനാഥമാക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് അങ്ങനെയുള്ളവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ പോലെയുള്ള അഹങ്കാരികളായ ഭരണാധികാരികളോട് ഖുർആൻ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, അധികാരത്തിന് വേണ്ടി പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ കൊന്നു തീർക്കുന്ന ഇസ്രായേൽ ഭരണാധികാരിയും ആയുധ കച്ചവടം നടത്തുന്നവരും അതുപോലെയുള്ള ബിസിനസ്സിൽ ലാഭം കാണുന്നവരുമൊക്കെ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുമ്പോ അവരെയൊക്കെ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നരകത്തിന്റെ മുന്നിൽ അക്രമകാരികളായ സത്യനിഷേധികളായ ഇവരെ കൊണ്ടു നിർത്തപ്പെടുന്ന ഒരു ദിവസം. അവരോട് പറയപ്പെടും, നിങ്ങളുടെ ദുനിയാവിന്റെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചു ജീവിച്ചു. നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ അക്രമത്തിലായി, അനീതിയിലായി നിങ്ങൾ ചെലവഴിച്ചു. നിങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചു. അധികാരം നിലനിർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. ആയുധ കച്ചവടത്തിന് വേണ്ടി അതിന് ഒത്താശ നിന്നു. ഇന്നത്തെ ദിവസം നിന്ദ്യമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടാവുക. ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് അക്രമം നടത്തിയതിന്റെ പേരിൽ, തമ്മാടിത്തരം കാണിച്ച് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചതിന്റെ പേരിൽ അല്ലാഹു നാളെ പരലോകത്ത് വെച്ചിരിക്കുന്നത് കഠോരമായ നിന്ദ്യമായ ശിക്ഷയായിരിക്കുമെന്നുള്ള വാണിംഗ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വിഭാഗം ആളുകളിൽ നമ്മളായി പോകരുത്. ദുനിയാവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിക്കുക, ദുനിയാവ് മാത്രം ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഐഹിക ജീവിതത്തിന്റെ ആഡംബരങ്ങളായിട്ട് മാറുക. ആഖിറത്തെ കുറിച്ചോ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുന്നുണ്ട്. വഖദ് തവറഅ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൻ കസീരി മിൻ തയ്യിബാത്തിൽ മആകിൽ വൽ മശാരിബി വതനസ്സഹ അൻഹാ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഭരണാധികാരി. എന്നിട്ട് കൂടി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി അഖാഫു അൻ അകൂന കല്ലദീന ഖാല അല്ലാഹു തആല ലഹും. ഞാൻ ഇതൊക്കെ ഒഴിവാക്കുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? എനിക്ക് കഴിക്കാൻ ആഗ്രഹമില്ലാത്തതിന്റെ പേരിലല്ല, എനിക്ക് കഴിക്കാൻ സൗകര്യവും അതുപോലെ തന്നെ അധികാരവും ഇല്ലാത്തതിന്റെ പേരിലല്ല, മറിച്ച് നാളെ പരലോകത്ത് ഭരണാധികാരികളോട് ചോദ്യം ചെയ്യുമ്പോ ഈ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ രാജ്യത്തുണ്ടാകുമ്പോ
നീ മാത്രം സുഖിക്കുകയും വിഭവങ്ങൾ സമൃദ്ധമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നീ ദുനിയാവിൽ തന്നെ എല്ലാം ആസ്വദിച്ചില്ലേ, ഇനിതാ നിനക്ക് ശിക്ഷയാണ് എന്ന് എന്നോട് അല്ലാഹു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയുന്ന ഒരു സംഭവം തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില ഇസ്രായേലിന്റെ പിരങ്കികൾക്കും ടാങ്കറുകൾക്കും മുമ്പിൽ യുദ്ധം ചെയ്തിരുന്ന ഫലസ്തീനികൾ അവർ ഇന്ന് പട്ടിണിയോട് യുദ്ധം ചെയ്യുകയാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, 1 ലക്ഷം ഗസയിലെ മുസ്ലിമീങ്ങൾ ഷഹീദാക്കപ്പെട്ടു. 450ഓളം ആളുകൾ ഇന്ന് പട്ടിണി കിടന്ന് മരണപ്പെട്ടു. അപ്പോഴാണ് 44 രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം വരുന്ന ഒരു സംഘം ജീവകാരുണ്യ പ്രവർത്തകർ നിരായുധരായി ഫലസ്തീനിലേക്ക് അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുറപ്പെടുന്നത്. ഒടുവിൽ അവരെയും ഇസ്രായേൽ തടഞ്ഞു. 40ഓളം കപ്പലുകളിൽ നിന്നും ചിലതിനൊക്കെ പിടിച്ചുവെച്ചു. സാമൂഹിക പ്രവർത്തകരെ തടങ്കലിലേക്ക് അയച്ചു. അവർ ചെയ്ത കുറ്റം എന്താണ്? പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നിരായുധരായി തീർത്തും സഹായങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു പറ്റം ആളുകളെ തടഞ്ഞു. ഫലസ്തീനികളെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കട്ടെ, നമ്മൾ ദുആ ചെയ്യാണ്. അവരെ കൊണ്ട് സാധിക്കുന്നത് അവർ ചെയ്തു. നമ്മളുടെ മാനസികാവസ്ഥ, ദുനിയാവിൽ നമുക്ക് ലഭിച്ച എല്ലാ വസ്തുക്കളെയും സുഖസൗകര്യങ്ങളെയും നമ്മുടെ അന്തസ്സിന് വേണ്ടി, നമ്മുടെ സ്റ്റാറ്റസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ? ആഖിറത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നാം അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ആയത്തിന്റെ വിശദീകരണമായി തഫ്സീർ തൊബരിയിൽ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, ലൗ ശിഅ്തു കുൻതു അത്യബകും തുആമൻ വഅൽയനകും ലിബാസൻ വലാകിന്നി അസ്തബഖി തയ്യിബാതി. ഞാനൊരു ഭരണാധികാരിയാണ്. എനിക്ക് വിചാരിക്കുമെങ്കിൽ നിങ്ങളിൽ ഏറ്റവും സ്വാദിഷ്ടമായ നല്ല മൂല്യവും ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണവും വസ്ത്രവും എനിക്ക് കഴിക്കുകയും ധരിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഭരണാധികാരിയായിരുന്നിട്ട് കൂട്ടി അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നാളെ പരലോകത്തിന് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയാണ്. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഷാമിലേക്ക് അദ്ദേഹം എത്തിയപ്പോ അന്ന് പട്ടിണിയാണ്. ഉമർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ പട്ടിണിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നല്ല ഉയർന്ന ഭക്ഷണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടാക്കി കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, فما لفقراء المسلمين الذين ماتوا وهم لا يشبعون من خبز الشعير. ബാർലിയുടെ റൊട്ടി കൊണ്ട് പോലും വയറ് നിറക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കെ ഇത്രയും ഉയർന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയോ? ഇല്ല, ഒരിക്കലുമില്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല സമയത്ത് പറഞ്ഞു, ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ട് അമീറുൽ മുഅ്മിനീൻ. അത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആലയുടെ അവസ്ഥയെക്കുറിച്ച് ആ ഹദീസിൽ വിവരിക്കുന്നുണ്ട്. ഫഗറൗറഖത് ഐന ഉമർ, ദുഃഖം കാരണം, വേദന കാരണം ഉമർ റളിയല്ലാഹു തആലയുടെ കണ്ണിൽ കണ്ണുനീർ തുള്ളികൾ തളം കെട്ടി എന്നാണ്. കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ലോകത്ത് ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലം ഈ തരത്തിൽ നമുക്ക് നൽകപ്പെടുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരായ ആളുകൾ അവർ പട്ടിണി കിടന്ന് ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയും ചെയ്ത് അവർ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളും അവരും എത്ര വലിയ വിദൂരത്തിലായിരിക്കും നാളെ പരലോകത്തുണ്ടാകുക. സ്വർഗത്തിൽ അവർ എത്ര ഉയർന്ന സ്ഥാനത്തിലായിരിക്കും ഉണ്ടാകുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിന്ന് പറയാറുണ്ടല്ലോ, അവർ വലിയ ഭാഗ്യവാന്മാരാണ്, അവർ ഷഹീദാക്കപ്പെട്ടു, അവർ ഷഹീദാക്കപ്പെട്ടു, അവർ സ്വർഗത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലത്തെ സമാനമായ സംഭവം, അവർ ഷഹീദാക്കപ്പെട്ടു, പട്ടിണി കിടന്ന് മരിച്ചു, പട്ടിണി കിടന്നവർ മരണപ്പെട്ടു. ആ സമയത്ത് ഞാൻ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നു,
അവർ പട്ടിണി കിടന്ന് മരിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തുന്നു. എന്റെയും അവരുടെയും സ്ഥാനം എത്ര വിദൂരത്തിലായിരിക്കും ഉണ്ടാവുക എന്നാലോചിച്ച് കരയുന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് വലിയ പാഠമാണ്. ഈ കാലഘട്ടത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള ആഡംബരപൂർണമായ വിവാഹങ്ങൾക്ക്, വൈവിധ്യമാർന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക്, ആ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുന്നതിലേക്ക് കയ്യും കണക്കുമില്ലാത്ത ഈ കാലഘട്ടം. ഭക്ഷണം വേസ്റ്റാക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മാലിന്യ കൂനകളിൽ നിന്ന് ഭക്ഷണം പിറക്കിയെടുക്കുന്നത്, ഭക്ഷണം തിരയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ അതിന്റെ വറ്റുകൾ, ഭക്ഷണത്തിന്റെ ബാക്കിയുള്ളത്, അത് കറിയാകട്ടെ, ധാന്യമാകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മൾ പ്ലേറ്റിന്റെ പുറത്തേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് കൊണ്ടു തള്ളുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, ഇതന്വേഷിച്ചുകൊണ്ട് ഈ നമ്മൾ കളയുന്ന വേസ്റ്റ് പോലും കഴിക്കാൻ വിശപ്പുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ, നമ്മുടെ കൂട്ടുകാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കിതാബ് സുഹുദിൽ അദ്ദേഹം ഉമർ റളിയല്ലാഹു തആലയെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. ഈ പട്ടിണി കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആലയുടെ വയറ് പിന്നെ നെയ്യ് പോലെയുള്ള നല്ല കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പരിവരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ വയറ്റിൽ നിന്നും പല ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, وكان يأكل الزيت عام الرمادة وكان قد حرم عليها السمن. ഈ പട്ടിണി കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തത്തിന് നെയ്യ് പോലെയുള്ള ഭക്ഷണങ്ങൾ നിരോധിച്ചു. അങ്ങനെ അദ്ദേഹം സ്വർഗ്ഗ അല്ലെങ്കിൽ അതുപോലെയുള്ള എണ്ണ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം വിശപ്പടക്കി. അങ്ങനെ വയറ്റിൽ നിന്നും ശബ്ദം അദ്ദേഹം വിരലുകൊണ്ട് തന്റെ വയറിൽ കുത്തിയിട്ട് പറയുമായിരുന്നു, നീ ശബ്ദമുണ്ടാക്കിക്കോ വയറേ, ഇന്നഹു ലൈസ ലക ഇൻദനാ ഗൈറഹു, ഇതല്ലാത്ത വേറൊരു ഭക്ഷണവും നിനക്കില്ല, ഹത്താ യഹ്യന്നാസ്, എന്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നതുവരെ നിന്റെ ഭക്ഷണം ഇതാണ് എന്ന് പറയുന്ന നമ്മുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തളികയിലെ ഭക്ഷണത്തെ കുറിച്ചുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലെങ്കിലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തിർമിദി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവൻ ദുആ പറയട്ടെ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അത്അമനി ഹാദാ അത്അം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ചത് ആ അല്ലാഹുവാണ്. വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, അവൻ എനിക്ക് എന്റെ ശക്തിയോ എന്റെ കഴിവോ ഒന്നുമില്ലാതെ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിലൂടെ അവൻ എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറക്കുന്ന, ഇതേ സമയത്താണ് നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുന്നത്. നമുക്ക് അല്ലാഹു തആല ഭക്ഷണം തന്നു, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ആരെങ്കിലും വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഇസ്തിരി ഇട്ടിട്ടാണ് പള്ളിയിലേക്ക് വന്നത്, നമ്മൾ ഈ ദുആ പറഞ്ഞോ, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അവനാണ് എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചത്. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ബുദ്ധി കൊണ്ടല്ല. വേണമെങ്കിൽ അവരുടെയും അവസ്ഥ എനിക്ക് ആകാമല്ലോ. പക്ഷെ അല്ലാഹു എന്നെ അങ്ങനെയുള്ള അക്രമകാരികളിൽ നിന്നും അക്രമത്തിൽ നിന്നും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി നല്ല വസ്ത്രം എന്നെ ധരിപ്പിച്ചു. ഈ ദുആ നമ്മള് നല്ല അവസ്ഥയിൽ പറഞ്ഞ പടച്ചോൻ നമ്മളെ ഈ നല്ല അവസ്ഥയെ നീട്ടിത്തരും. ശുക്റുള്ള, നന്ദിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നാണ്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, ഈ ദുആ പറഞ്ഞാൽ തന്നെ അവന്റെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു പിടി ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോ അതിൽ നിന്നും ഏതെങ്കിലും ഒരു വറ്റ് നിലത്തേക്ക് വീണുകയാണെങ്കിൽ ആ നിലത്ത് വീണ വറ്റിൽ അഴുക്ക് പുരളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുമിത് മാ അസാബഹ മിൻ അദൻ, ആ വറ്റിൽ ആ ധാന്യത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ അത് കഴിക്കണം. ഭക്ഷണത്തിന്റെ വിലയാണ്, ഭക്ഷണത്തിന്റെ വിലയാണ്. അതിനെ നിങ്ങൾ വിട്ടുകളയരുത്, അതിനെ നിങ്ങൾ കഴിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിരലിൽ നിന്നും നമ്മുടെ പ്ലേറ്റിൽ നിന്നും പുറത്തേക്കൊരു വറ്റ് വീഴുമ്പോ നബി തങ്ങൾ പറഞ്ഞ ഈ വാക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ളതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഭക്ഷണത്തിന് വേണ്ടി തേടി അലയുന്ന ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. വലാ യംസഹ് യദഹു ഹത്താ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കൈ നിങ്ങൾ തുടക്കേണ്ടത്, ആ കൈ നിങ്ങൾ കഴുകേണ്ടത്, ആ കൈയിലുള്ള എന്തെല്ലാം ഭക്ഷണത്തിന്റെ വറ്റുകൾ ധാന്യങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഉറിഞ്ചിയതിന് ശേഷമായിരിക്കണം കൈ കഴുകേണ്ടത്. അതുപോലെ നിങ്ങളുടെ വാഷ് ബേസിനിൽ നിങ്ങൾ കഴുകി വേസ്റ്റാക്കി കളയരുത് എന്ന് നബി തങ്ങൾ പറയാണ്. ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്ത് ഉണ്ടാകുക എന്ന് അവൻ അറിയില്ലല്ലോ എന്ന് നബി തങ്ങൾ പറയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മിതത്വം, ഒരു ലാളിത്യം, ആഡംബരങ്ങൾ ഒഴിവാക്കി, അതുപോലെ തന്നെ ഇസ്രാഫ് ഒഴിവാക്കി, എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, വസ്തുക്കൾ ഉപയോഗിക്കുന്ന വിഷയത്തിൽ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വിഷയത്തിൽ, ഈ കാലഘട്ടത്തിലെങ്കിലും, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ, ഗസയിലെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ എന്റെ വിവാഹം ലളിതമായിരിക്കണം, എന്റെ വീട്ടിലെ ഭക്ഷണം ലളിതമായിരിക്കണം, എന്റെ വസ്ത്രം ലളിതമായിരിക്കണം, എന്റെ ജീവിതം ലളിതമായിരിക്കണം എന്നുള്ളൊരു തീരുമാനമെങ്കിൽ നമ്മൾ എടുത്തൂടെ? നമ്മൾക്ക് ബഹിഷ്കരിക്കാൻ കഴിയുന്ന, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം കമ്പനികളുണ്ടോ, ഏതെല്ലാം അതുപോലെയുള്ള മിഠായികൾ, ചോക്ലേറ്റുകൾ ഉണ്ടോ, അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ബഹിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചുകൂടെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുൻഗാമികളെ ആലോചിച്ച് അവർക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുവെങ്കിൽ, ഉമർ റളിയല്ലാഹു തആല തന്റെ പട്ടിണി കാലഘട്ടത്തിൽ തന്റെ ഭരണീയരെ, തന്റെ കീഴിലുള്ളവരെ ആലോചിച്ചുകൊണ്ട് തന്റെ അനുഗ്രഹങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇസ്രാഫ്, അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ അതിരുവിട്ട് കിടക്കുന്ന തരത്തിലുള്ള ഭക്ഷണത്തിന്റെ ഉപയോഗങ്ങൾ, വേസ്റ്റാക്കൽ, വെള്ളം ഉപയോഗിക്കൽ, അല്ലെ വധുവെടുക്കുമ്പോൾ പോലും സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. 3 അവയവത്തിന് കൂടുതൽ കഴുകൽ കറാഹത്താണ്, അല്ലാഹ് വെറുത്ത കാര്യമാണ്. കൽപ്പിക്കപ്പെട്ടത് 3 പ്രാവശ്യം കഴുകലാണ്. സമുദ്രത്തിൽ നിന്നാണ് നിങ്ങൾ വധുവെടുക്കുന്നതെങ്കിൽ പോലും വെള്ളം പാഴാക്കാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാവുകയും, അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാവുകയും, ആ അനുഗ്രഹങ്ങളെ നമ്മൾ നാവ് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുകയും, വസ്ത്രം ധരിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ, അതുപോലെ ഫലസ്തീനിലെ അവസ്ഥകൾ കാണുമ്പോ, പടച്ചവൻ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, എന്റെ നാടിനെ രക്ഷപ്പെടുത്തിയല്ലോ, എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു ഹംദ് നമുക്ക് അല്ലാഹുവിനോട് സമർപ്പിക്കാൻ സാധിക്കണം. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നന്ദിയുള്ള അടിമകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രാഫിൽ